നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് കേരളം. എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഒരുപക്ഷെ മാർച്ച് മാസം ആദ്യത്തോടു കൂടി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏപ്രിൽ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെയ് മാസം 21-ന് അടുത്ത പുതിയ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതാണ്. എന്തായാലും കേരളത്തിൽ 3 മുന്നണികളും അതിശക്തമായ പോരാട്ടത്തിന് തയ്യാറാവുകയാണ്. LDF അധികാരം നിലനിർത്താനായിട്ട് തുടർച്ചയായ 3ാം ഭരണത്തിനായിട്ട് അങ്ങനെ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഒരു നിലയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് UDF-നുള്ളത്. മറുവശത്ത് ഒറ്റപ്പെട്ട ചില വിജയങ്ങൾ, ആ ഒരു ശക്തി, അത് കൂടുതൽ മികവ് പ്രകടിപ്പിക്കേണ്ട ഒരു ബാധ്യത NDA-ക്കും BJP-ക്കും കേരളത്തിലുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വരാറുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു അഭിപ്രായ സർവേ അത് ദേശീയ മാധ്യമമായ NDTV നടത്തിയതാണ്. അതിന്റെ ചില നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. പല മേഖലകൾ തിരിച്ചുകൊണ്ടാണ് NDTV ആ ഒരു സർവേ നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ മേഖലയിലും ഏജ് വൈസായിട്ടും അല്ലെങ്കിൽ ഓരോ പ്രായപരിധിയിലുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജെൻഡർ വൈസുള്ള അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മികച്ച ഒരു അഭിപ്രായ സർവേയാണ്, അതിന്റെ ഫലമാണ് NDTV ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം സർക്കാരിന്റെ വിലയിരുത്തലാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. 2ാം പിണറായി സർക്കാർ 2021-ൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരമേറ്റു. ഒരു കേരളത്തെ സംബന്ധിച്ച ഒരു ചരിത്ര നേട്ടം തന്നെയായിരുന്നു. കാരണം തുടർച്ചയായിട്ട് ഒരേ മുന്നണി മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരിക എന്നത് കേരള രാഷ്ട്രത്തെ സംബന്ധിച്ച് അത്ര പരിചിതമായ ഒന്നല്ല. എന്തായാലും 2ാം പിണറായി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കാവുന്നത്. ഇതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഈ സർക്കാരിന്റെ പ്രകടനം വളരെ മോശം എന്നാണ്. ഏതാണ്ട് 31% ആളുകൾ സർക്കാർ വളരെ മോശമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. മോശമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്ന 20.9% ആളുകളാണ്. അതായത് 51.9% ആളുകളും, ഈ സർവേയിൽ പങ്കെടുത്ത 51.9% ആളുകളും പിണറായി വിജയൻ സർക്കാർ, 2ാം പിണറായി വിജയൻ സർക്കാർ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വളരെ നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് 23.8% ആളുകൾ മാത്രമാണ്. ശരാശരി എന്ന് 11.8% ആളുകൾ അഭിപ്രായപ്പെടുമ്പോൾ നല്ലത് എന്ന് പറയുന്നത് 10.7% ആളുകളാണ്. അതായത് 51%, അതായത് പകുതിയിലധികം ആളുകളും ഈ സർക്കാർ, 2ാം പിണറായി സർക്കാർ വളരെ മോശം അല്ലെങ്കിൽ മോശം എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിലൊരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട്. ഈ സർക്കാരിന്റെ ഭരണം അത്ര നല്ലതല്ല, ജനങ്ങൾക്ക് വലിയ മതിപ്പില്ല 2ാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് LDF-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന ജനങ്ങളുടെ ആ ഒരു ഹിതം, ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് LDF-നെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം LDF എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ LDF-ന് നേതൃത്വം കൊടുക്കുന്ന CPM, അതിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തന്നെ പറയുന്നത്, ഈ സർക്കാർ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയ, ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ, ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് എന്ന് അവകാശപ്പെടുമ്പോഴാണ് ജനങ്ങൾ അവർക്കിടയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ ഏതാണ്ട് 51% ആളുകളും പറയുന്നത് ഈ സർക്കാർ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന്. നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് നോക്കാം. അടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെ എന്ന് സംബന്ധിച്ചാണ്. അതിൽ ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് വിലക്കയറ്റം ഒന്നാമത്തെ വിഷയമായിട്ട് മാറുമെന്നാണ്. അതായത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വിലക്കയറ്റമുണ്ട്. വിലക്കയറ്റം മൂലം സാധാരണ ജീവിതം, ജനങ്ങളുടെ സാധാരണ ജീവിതം
ദുരിതത്തിലായ പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ആഘോഷങ്ങളുടെയൊക്കെ അവസരങ്ങളിൽ വലിയ രീതിയിൽ ഈ പറയുന്ന അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് ജനങ്ങളുടെ നടുപിടിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ വിലക്കയറ്റം ചർച്ചയാകുമെന്ന് ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 22.7% ആളുകളും അഭിപ്രായപ്പെടുകയാണ്. രണ്ടാമത് ആ കാറ്റഗറിയിൽ എത്തിയിരിക്കുന്നത് ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട വിഷയം അല്ലെങ്കിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയം അത് അഴിമതിയാണ് എന്ന് പറയുന്നത് 18.4% ആളുകളാണ്. നമുക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി അഴിമതി ആരോപണങ്ങളാണ് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് പല പദ്ധതികളിൽ നിന്നും സർക്കാരിന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അഴിമതി വലിയ ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും നിലവിലെ ഈ ഒരു യുവാക്കൾ വളരെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, രാഷ്ട്രീയത്തെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജൻസി പ്രക്ഷോഭത്തിന്റെ കാലങ്ങളൊക്കെ നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അഴിമതി വെച്ചുപറപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല, അതും ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചാ വിഷയമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. 18.4% ആളുകളും അഴിമതിയും ഈ വിഷയത്തിൽ ചർച്ചയാകുമെന്ന് പറയുന്നുണ്ട്. ആ കാറ്റഗറിയിൽ 3-ാം സ്ഥാനത്ത് വരുന്നത് തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ ചർച്ചയാകുമെന്ന് ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 18.2% ആളുകൾ പറയുന്നുണ്ട്. തൊഴിലില്ലായ്മ നമുക്കറിയാം വലിയൊരു പ്രശ്നം തന്നെയാണ്. നിരവധി യുവാക്കളാണ് തങ്ങളുടെ ഉപരിപഠനമൊക്കെ അല്ലെങ്കിൽ ഉപരിപഠനത്തിനായിട്ട് പോലും കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അത്തരത്തിൽ യുവാക്കൾ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക പല രാഷ്ട്രീയ നേതാക്കളും പല ഘട്ടങ്ങളിലും അങ്ങനെ അവര് ആ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ സംസ്ഥാനത്ത് വലിയൊരു പ്രശ്നമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്ന് ഏതാണ്ട് 18.2% ആളുകളും ഈ അഭിപ്രായ സർവേയിൽ അഭിപ്രായം തങ്ങളുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത 3-ാമത്തെ കാറ്റഗറി നോക്കാം. 3-ാമതായിട്ടുള്ളത് അടുത്ത മുഖ്യമന്ത്രി, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്നതാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ച ഒരു ചോദ്യം. അതിനകത്ത് ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ആരാണ് മുന്നിലെത്തിയത്, ആരെയാണ് ജനങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം നോക്കുമ്പോൾ വി.ഡി. സതീശനാണ് അവിടെ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 22.4% ആളുകൾ ഈ സർവേയിൽ പങ്കെടുത്തതിൽ 22.4% ആളുകളും ആഗ്രഹിക്കുന്നത്, അവർ പറയുന്നത് തങ്ങൾക്ക് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കാണണം എന്നാണ്. അത് ഈ ഏജ് വയസ്സ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 24 വയസ്സ് വരെയുള്ള ആ പ്രായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ അതായത് 30%-ലധികം ആളുകളും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് 18 മുതൽ 24 വയസ്സ് വരെയുള്ള ആ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ വളരെ നിർണായകമാണ്, അതിനിർണായകമാണ്. കാരണം ഈ പറയുന്ന ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ നല്ലൊരു ശതമാനം വരുന്ന ഒരു കാറ്റഗറിയാണത്. അപ്പോൾ അത്തരത്തിലുള്ള യുവാക്കൾ ഒപ്പം ഈ രാഷ്ട്രീയത്തെ ഗൗരവമായിട്ട് കണ്ടു തുടങ്ങുന്ന ആ ഒരു വിഭാഗം യുവജനത, അവര് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന ഒരു ആഗ്രഹമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായ സർവേയിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ കണക്കുകളുടെ മനസ്സിലാകുന്നത്. അതിൽ 2-ാം സ്ഥാനത്തുള്ളത് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് 18% ആളുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു സർവേയിൽ ഒരു നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ രീതിയിൽ പിന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ അത്ര പരിചിതമായ ഒന്നല്ല. എന്തായാലും പിണറായി വിജയൻ തുടർച്ചയായിട്ട് 10 വർഷം അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനുള്ള ജനപ്രീതി വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. വലിയൊരു ഇടിവ് അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് സംഭവിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒക്കെ തന്നെ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് CPM എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത്. സർക്കാരിന്റെ വികസനമായാലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും എന്തെങ്കിലും ഒരു പദ്ധതിയാണെങ്കിലും എല്ലാം തന്നെ അത് പിണറായി വിജയന്റെ ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേട്ടമായിട്ടൊക്കെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് CPM-ഉം LDF-ഉം മുന്നോട്ട് പോയത്. LDF എന്ന് പോലും പറയാതെ പിണറായി വിജയൻ സർക്കാർ എന്നാണ്, 1-ാം പിണറായി സർക്കാർ, 2-ാം പിണറായി സർക്കാർ എന്നുള്ളൊരു ടേമിംഗ് ആണ് ഇടതുപക്ഷം പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പക്ഷേ ഈ ഒരു അഭിപ്രായ സർവേയില് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയൊരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വേണമെന്ന് 18% ആളുകൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത്.
ആ പട്ടികയിൽ മൂന്നാമതുള്ള വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരു CPM-ന്റെ നേതാവാണ്, KK ശൈലജയാണ്. KK ശൈലജയ്ക്ക് 16.9% ആളുകളുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ LDF അധികാരത്തിൽ വന്നപ്പോൾ, രണ്ടാം തവണയും അധികാരത്തിൽ വന്നപ്പോൾ KK ശൈലജയ്ക്ക് ഒരുപക്ഷെ വലിയ രീതിയിലൊരു പിന്തുണ ഉണ്ടായിരുന്നു. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് KK ശൈലജ ജയിച്ചു വന്നത്. എന്നാൽ അവർക്ക് മന്ത്രിസ്ഥാനം പോലും നൽകാൻ അന്ന് CPM തയ്യാറായില്ല. എല്ലാവരെയും പുതുമുഖ മന്ത്രിമാർ വേണമെന്നുള്ളൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാത്രം, പഴയ മുഖ്യമന്ത്രി നിലനിർത്തി എല്ലാവരെയും, ആദ്യ പിണറായി മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരെയും, CPM-ന്റെ എല്ലാ മന്ത്രിമാരെയും ഒഴിവാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ ഉള്ള ഒരു നേതാവാണ് KK ശൈലജ. എന്നാൽ KK ശൈലജയുടെ ജനപ്രീതി അത് വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ സർവേയിലൂടെ കാണാൻ കഴിയുന്നത്. പിണറായിയുമായിട്ടുള്ള ഒരു വ്യത്യാസം അത് 2% താഴെയാണ്. 16.9% ആളുകളും KK ശൈലജ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ പട്ടികയിൽ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണമെന്ന് ഈ സർവേയിൽ പങ്കെടുത്ത 14.9% ആളുകൾ മാത്രമാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇതിനകത്തെ അവസാനത്തെ ഒരു കാറ്റഗറിയിലേക്ക് പോകാം. അത് വളരെ നിർണായകമായ ഒരു കാറ്റഗറിയാണ്. അത് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ആ ചോദ്യം. വോട്ട് ആർക്ക് നിങ്ങൾ വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ അവർ നൽകിയ മറുപടി അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. UDF എന്ന് പറയുന്ന മുന്നണിക്ക് തങ്ങൾ വോട്ട് ചെയ്യുമെന്ന് 32.7% ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതായത് സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് ഈ സർവേ നമുക്ക് വിലയിരുത്താം. അതായത് 32.7% ആളുകളും പറയുന്നത് തങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായിരിക്കും വോട്ട് ചെയ്യുക എന്നതാണ്. നിലവിലെ LDF സർക്കാരിനെ തങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ LDF സർക്കാർ തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സിലിരിപ്പ് അതാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അഭിപ്രായ സർവേയാണിത്. UDF അധികാരത്തിൽ വരണമെന്ന് 32.7% ആളുകളും അഭിപ്രായപ്പെടുന്നു. മറുവശത്ത് LDF-ന് ലഭിച്ചിരിക്കുന്നത് 29.3% ആളുകളുടെ പിന്തുണ മാത്രമാണ്. 29.3% ആളുകൾ പറയുന്നത് LDF-ന് തങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ്. അതായത് 2ാം സ്ഥാനമാണ് LDF-ന് ലഭിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ. അപ്പോൾ LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ അത് 30%-ലും താഴെയാണ്. അവർക്ക് ലഭിക്കാവുന്ന വോട്ട് 30%-ൽ താഴെയാണ് എന്നാണ് ഈ അഭിപ്രായ സർവേയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി NDA-ക്ക് വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് 19.8%. ഓക്കെ, NDA-ക്ക് 19.8% വോട്ടുകൾ ലഭിക്കുമെന്ന് ഈ കണക്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സർവേയിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും. അല്ലെങ്കിൽ UDF-ന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഈ സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ട് ശതമാനം നോക്കുമ്പോൾ മുന്നണി വയസ്സിൽ നോക്കുകയാണെങ്കിൽ 32.7% ആളുകൾ, അല്ലെങ്കിൽ അത്രയും വോട്ടുകൾ UDF-ന് അനുകൂലമായിട്ട് ലഭിക്കും എന്നാണ് ഈ അഭിപ്രായ സർവേയിലെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന ഒരു ആദ്യത്തെ സർവേയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി ധാരാളം സർവേകൾ വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഈ സർവേ അത് ഒരു മൂഡ് ഓഫ് കേരള എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF അധികാരത്തിൽ ഇരിക്കുകയാണ്. നിരവധി തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു തുടക്കം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം 2010 ഒഴികെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം LDF-ന് വലിയ വിജയങ്ങളാണ് കേരളം സമ്മാനിച്ചിട്ടുള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് LDF-ഉം CPM-ഉം ഇത്തവണയും രംഗത്തിറങ്ങിയത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് അവര് ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കുന്നു. ഒപ്പം തന്നെ സ്ത്രീകൾക്കുൾപ്പെടെ മറ്റ് പെൻഷനുകൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നിരവധി തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത്. എന്നാൽ അതൊന്നും തന്നെ ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല. അതൊക്കെ തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് LDF-നെ കൈയൊഴിയുന്ന ഒരു സമീപനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന NDTV പുറത്തുവിട്ട ആദ്യ സർവേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UDF-ന് അനുകൂലമായ ഒരു തരംഗം സംസ്ഥാനത്ത് ഉണ്ട്. ജനങ്ങൾ ഒരു
ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. സംസ്ഥാനത്താകമാനം വലിയ രീതിയിൽ ഒരു ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ സർവേയുടെ ഓരോ കാറ്റഗറിയും തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് മുന്നിൽ വെക്കുന്നത്. എന്തായാലും ഈ സർവേ അത് UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഒപ്പം തന്നെ LDF-നെ സംബന്ധിച്ച് അവർക്ക് വലിയ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് ജനമനസ്സ് എങ്ങനെയെന്ന് അത് മനസ്സിലാക്കുമ്പോൾ അത് തങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അത് LDF-ന് ഉണ്ടാകുന്നത് നന്നായിരിക്കും. അവർക്ക് തിരിച്ചു വരാനുള്ള സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. എങ്കിൽ പോലും നിലവിൽ ജനങ്ങൾ പറയുന്നത്, ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തണം എന്ന് തന്നെയാണ്.